Hi friends, welcome to DevOps Malayalam. Settings ആക്കാം. നമുക്ക് ഈ ഒരു ഐക്കണോടെ ഇൻസ്റ്റാൾ ചെയ്യാം. ശേഷം നമുക്ക് നമ്മുടെ അസറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക്, അസറ്റ്സിനകത്ത് ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് നമുക്ക് ഈ സെറ്റിങ്സിൻ്റെയും ഹോമിൻ്റെയും ഇമേജസ് ഡ്രാഗ് ചെയ്തിടാം. ഇനി നമ്മുടെ ഡ്രോവർ നാവിഗേറ്ററിൽ വന്നിട്ട് ഡ്രോവർ ഐക്കൺ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, അതൊരു ആരോ ഫങ്ഷനാണ്. അതിൽ നമുക്ക് ഈ ഫോക്കസ്ഡ് കിട്ടും. ഓക്കെ, അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ നമുക്കവിടെ ഇമേജ് കമ്പോണൻ്റ് റിട്ടേൺ ചെയ്യാം. ഇമേജ് ക്ലോസ് ചെയ്യാം. ഇമേജിന് നമ്മൾ സോഴ്സ് ആഡ് ചെയ്യണം. സോഴ്സ് ലോക്കൽ ഇമേജ് ആയതുകൊണ്ട് നമ്മൾ റിക്വയർ എന്ന് പറയുന്ന ഫങ്ഷനുള്ളിലേക്ക് ആ പാത്ത് നമ്മൾ പാസ് ചെയ്യണം. ഓക്കെ, /assets/images/ ഹോമാണ്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റൈലൂടെ കൊടുക്കണം. സ്റ്റൈൽ ഈക്വൽ ടു ഒരു വിഡ്ത്ത് കൊടുക്കണം. വിഡ്ത്ത് ഒരു 30 കൊടുക്കാം. ഹൈറ്റും ഒരു 30 കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹോം വന്നിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ നമുക്ക് സ്ക്രീനോട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഓപ്ഷൻസ് എന്നുള്ള ഈ ഒരു പ്രോപ്പ് മൊത്തം കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ സ്ക്രീനോട് ആഡ് ചെയ്യാം. അതിൽ ഹെഡർ കമൻറ്റ് ചെയ്യാം. ശേഷം നമുക്ക് ഈ ഹോമിന് പകരം ഐക്കൺ സെറ്റിങ്സ് ആക്കണം. സെറ്റിംഗ് ആക്കി അതുപോലെ ടെക്സ്റ്റും സെറ്റിങ്സ് എന്ന് കൊടുക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ സെറ്റിംഗ് സ്ക്രീനാണ്, അതായത് ഡ്രോവർ 2 എന്നുള്ള സ്ക്രീന് നമ്മൾ കൊടുത്തേക്കുന്ന ലേബൽ സെറ്റിംഗ് എന്നാണ്. അപ്പോൾ ഈ സെറ്റിങ്സ് സ്ക്രീനാണ് ഇപ്പോൾ സെലക്ട് ആയി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫോക്കസ്ഡ് ആയതുകൊണ്ട് അത് റെഡ് കളറിൽ വന്നു. സെയിം ആ ഒരു ഫോക്കസ്ഡ് തന്നെ നമുക്ക് നമ്മുടെ ഐക്കണും കൊടുക്കാൻ പറ്റും. ഐക്കണ് കൊടുക്കുന്നതാണ് ടിൻറ്റ് കളർ അല്ലേ. ടിൻറ്റ് കളർ എന്നുള്ളത് ഫോക്കസ്ഡ് ആണെങ്കിൽ നമുക്ക് റെഡ് കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം. സെയിം ഇത് തന്നെ നമുക്ക് ഹോമിനും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഐക്കണിൻ്റെ കളറും മാറിയിട്ടുണ്ട്. നമ്മൾ ഹോമിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഹോം ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഹോമിൻ്റെ ഐക്കൺ ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോമിൻ്റെ ടെക്സ്റ്റിൻ്റെ കളറും ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡ്രോവർ നാവിഗേറ്ററിൻ്റെ മൊത്തം ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഡ്രോവർ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പ് ഉണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വൈറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ഡ്രോവർ ഐറ്റം സ്റ്റൈലുണ്ട്. അതിനും ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്ക് വൈറ്റ് കൊടുക്കാം.
അപ്പോൾ ഇവിടെ ആ സെലക്റ്റഡ് ആയതിൽ നിന്ന് ആ കളർ മാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഈ ഒരു വ്യൂവിന് കൊടുക്കുന്നതാണ് ഡ്രോവർ സ്റ്റൈൽ. ഡ്രോവർ സ്റ്റൈലിൽ നമുക്ക് ജസ്റ്റ് ആ ബാക്ക്ഗ്രൗണ്ട് കളറൊന്ന് ഗ്രീൻ ആക്കി നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഗ്രീൻ ആയി നിൽക്കുന്നതാണ് ഡ്രോവർ സ്റ്റൈൽ. അതായത് ഈ ഡ്രോവറിൻ്റെ ഫുള്ള് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നതാണ് ഡ്രോവർ സ്റ്റൈൽ. സെയിം അതേപോലെ തന്നെ ഈ ഡ്രോവറിൻ്റെ ഓരോ ഐറ്റത്തിനും സ്റ്റൈൽ കൊടുക്കുന്നതാണ് ഈ ഒരു ഡ്രോവർ ഐറ്റം സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഡ്രോവർ പൊസിഷൻ. ഡ്രോവർ പൊസിഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഡിഫോൾട്ടായിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റാണ്. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഡ്രോവർ വന്നേക്കുന്നത്. അത് നമുക്ക് റൈറ്റ് കൊടുക്കാം. റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോവർ റൈറ്റ് സൈഡിലായിരിക്കും വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.